ഹായ് ഫ്രണ്ട്സ്, ടെക്നോട്ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ടിക്ടോക്ക് മ്യൂസിക്കലി ആപ്ലിക്കേഷനകത്ത് ഹോം പേജിൽ കാണുന്ന എല്ലാ പബ്ലിക് വീഡിയോസും ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതൊരു വീഡിയോസും നമുക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ്, ടിക്ടോക്ക് വീഡിയോസ് നമുക്ക് പരിചയമില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തടയാൻ പറ്റും. അതിനായിട്ടൊരു സെറ്റിങ്സ് നമുക്ക് ടിക്ടോക്ക് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആദ്യം നമുക്ക് ഏറ്റവും താഴെ നിന്നും അവസാനത്തെ ഓപ്ഷൻ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഓപ്ഷൻ കാണാം. അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് നമുക്കിവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ അലോ അതേഴ്സ് ടു ഫൈൻഡ് മീ, അതുപോലുള്ള നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഹൂ ക്യാൻ ഡൗൺലോഡ് മൈ വീഡിയോസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എവ്രി വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രം നമ്മുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും താഴെ ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മുടെ വീഡിയോസ് നമുക്കല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് കൂടാതെ ഒരുപാട് മറ്റു ഓപ്ഷനുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹൂ ക്യാൻ സെൻഡ് മീ കമൻറ്റ്സ്, ആർക്കൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. ഹൂ ക്യാൻ റിയാക്ട് ടു മീ, ആർക്കൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ കൂടെ ഡ്യുവറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് സെറ്റിങ്സ് ചെയ്ത് വെക്കാൻ പറ്റും. എവ്രി വൺ മാറ്റിയിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. അത് കൂടാതെ നമ്മൾ ബ്ലോക്ക് ചെയ്ത കോൺടാക്ട്സ് ഒക്കെ നമുക്കിവിടെ ബ്ലോക്ക് ലിസ്റ്റിൽ ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു കോൺടാക്ട്സ് ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ഓഫ് ചെയ്ത് ഡിസേബിൾ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയുടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡൗൺലോഡ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡിൻ്റെ ഓപ്ഷനെ കാണുന്നില്ല. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയ മറ്റൊരു നല്ല വീഡിയോയുമായി. താങ്ക്